ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഏജൻസീസ് ആണ്. എന്താ ലൈൻ ഏജൻസി, എന്താണ് സ്റ്റാഫ് ഏജൻസി, എന്താണ് ഓക്സിലറി ഏജൻസീസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലൈൻ ഏജൻസീസ് എന്ന് വെച്ചാൽ എന്താ? ലൈൻ ഏജൻസീസ് എന്ന് വെച്ചാൽ എന്താ? കേട്ടിട്ടുണ്ടോ ഈ വാക്കുകൾ മുൻപ്? ലൈൻ ആൻഡ് സ്റ്റാഫ് ഏജൻസീസിന് ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. റീസെന്റ് ആയിട്ട് PG കംപ്ലീറ്റ് ഒക്കെ ആയവര് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ അപ്പൊ ലൈൻ ഏജൻസീസ് എന്ന് വെച്ചാല്? ലൈൻ ഏജൻസീസ് എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, നമുക്ക് സമയം കളയണ്ട, പറയാം. നമ്മൾ ആദ്യമേ ലൈൻ ഏജൻസിയിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ലൈൻ ഏജൻസീസ് എന്താ നോക്കാം. അതിന് മുന്നേ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലൈൻ സ്റ്റാഫ് ആൻഡ് ഓക്സിലറി ഏജൻസീസിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നോക്കാം. The administrative organization of government consists of 3 branches of agencies. അതായത് നമ്മുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ വെൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിന് അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 3 തരത്തിലുള്ള ഏജൻസീസിനെയാണ് വേണ്ടത്, ഇല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് 3 തരത്തിലുള്ള ഏജൻസീസ് ആണ്. അതിൽ ഒന്നാമത്തേത് ലൈൻ ഏജൻസീസ് എന്ന് പറയും, രണ്ടാമത്തേത് സ്റ്റാഫ് ഏജൻസീസ് എന്ന് പറയും, മൂന്നാമത്തേത് ഓക്സിലറി ഏജൻസീസ് എന്ന് പറയും. ഇനി ഇവര് 3 പേരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നേച്ചർ ഓഫ് വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് 3 വിഭാഗങ്ങളെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 3 എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന വർക്കിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും. വിച്ച് മീൻസ് ഈ ലൈൻ ഏജൻസി ചെയ്യുന്ന വർക്കുകളായിരിക്കില്ല സ്റ്റാഫ് ഏജൻസി ചെയ്യുക. സ്റ്റാഫ് ഏജൻസി ചെയ്യുന്ന വർക്കുകളല്ല ഓക്സിലറി ഏജൻസീസ് ചെയ്യുന്നത്. ഇവയ്ക്ക് 3 പേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കുകൾ ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇവരുടെ വർക്കിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ലൈൻ, സ്റ്റാഫ്, ഓക്സിലറി ഏജൻസീസ് എന്നിങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമുക്ക് ലൈൻ ഏജൻസീസിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, ഇനി ലൈൻ ഏജൻസീസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണോ എക്സ്റ്റാബ്ലിഷ്ഡ് ആക്കിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണോ ആ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ലൈൻ ഏജൻസീസ് എന്ന് വിളിക്കുന്നത്. ഒരു ഓർഗനൈസേഷന്റെ പർപ്പസ് എന്താണോ ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഡയറക്ട്ലി വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് ലൈൻ ഏജൻസീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ സെൻട്രൽ എലമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലൈൻ ഏജൻസീസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ, പബ്ലിക് കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനീസ്, അങ്ങനെയുള്ള വിവിധങ്ങളായിട്ട് നേരിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന, നേരിട്ട് ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്ന ഏജൻസീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈൻ ഏജൻസീസ്. ക്ലിയർ ആയോ? എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് 4 ടൈപ്പ് ഓഫ് ലൈൻ ഏജൻസീസ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഉള്ളത്. ഒന്ന് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. ഇപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, PWD ഉണ്ട് അല്ലെ. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ പബ്ലിക് കോർപ്പറേഷൻസ് ഉണ്ട്, ഗവൺമെന്റ് കമ്പനീസ് ഉണ്ട്, പിന്നെ ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഈ ഇൻഡിപെൻഡന്റ് കമ്മീഷൻ, റെഗുലേറ്ററി കമ്മീഷന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് US മാത്രം കാണുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചർ ആണ് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ IRC എന്ന് പറയുന്നത് US മാത്രം കാണാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ്
ഫീച്ചർ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബാക്കി 3 നമുക്ക് വേൾഡിലെ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. എന്നാൽ IRC മാത്രം യുഎസിന്റെ സ്പെഷ്യൽ ഫീച്ചർ ആണ് എന്നത് മാത്രം ഓർത്തു വെക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? 4 ടൈപ്സ് ഓഫ് ലൈൻ ഏജൻസീസ് വരെ ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് പറയട്ടെ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ലൈൻ ഏജൻസീസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ഒന്നാമതായിട്ട് പറയുന്നത്, ഈ ലൈൻ ഏജൻസീസ് എന്ത് ചെയ്യും? They directly carry out the function of accomplishing the substantive objective of the organization. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നടപ്പിലാക്കി എടുക്കുന്നതിനായി നേരിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് ലൈൻ ഏജൻസീസിൽ ഉള്ളത്. അല്ലെങ്കിൽ ലൈൻ ഏജൻസീസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള, ഡയറക്ട്ലി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ലൈൻ ഏജൻസ് അല്ലെങ്കിൽ ലൈൻ ഏജൻസീസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത്, ഇവരായിരിക്കും ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്, ഇവരായിരിക്കും ഓർഡേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്, ഡയറക്റ്റീവ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതൊക്കെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും. വിച്ച് മീൻസ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത് ലൈൻ ഏജൻസീസ് ആണ്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത്, they directly come in contact with the people and provide them various services, regulate, conduct and collect taxes. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധത്തിൽ വരുന്നത് അല്ലെങ്കിൽ പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്നത് ഇവരായിരിക്കും. ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടുന്നവര് ഈ ലൈൻ ഏജൻസീസിലുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുക എന്നുള്ളതും ഈ ഒരു കാറ്റഗറിയുടെ ഫീച്ചർ ആണ്, ഇല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ ആണ്. ഒപ്പം തന്നെ ടാക്സസ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ വേരിയസ് സർവീസസിനെ റെഗുലേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു വിഭാഗമാണ് ലൈൻ ഏജൻസീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫീച്ചേഴ്സ് ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ദി ലൈൻ ഏജൻസീസ് ആണ്. ഈ ഫങ്ഷൻസ് ഓഫ് ദി ലൈൻ ഏജൻസീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് തിങ്കേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കേഴ്സ് പല ഒപ്പീനിയൻസ് ആണ് പറയുന്നത്. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട ആളുകളുടെ മാത്രം പഠിച്ചാൽ മതിയാകും. എല്ലാം ഒന്നും പഠിക്കേണ്ട, ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് വളരെ പ്രിസൈസ് ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോട്ട്സ് ഒക്കെ നോക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വാരി വലിച്ച് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അത്രയൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഐഡിയ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അതിനനുസരിച്ചിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് ഓഫ് ദി ലൈൻ ഏജൻസീസ് LD ആയിട്ട് തന്നിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് മേക്കിംഗ് ഡിസിഷൻസ്, അതായത് എന്താണ്? തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുക, ഡിസിഷൻസ് മേക്കിംഗ് ചെയ്യുക എന്നുള്ളത് ലൈൻ ഏജൻസീസിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി, അതായത് തങ്ങൾ എന്തു ജോലി ചെയ്താലും അതിന്റെയൊക്കെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ലൈൻ ഏജൻസീസിന് തന്നെയായിരിക്കും. ഇവരെ ഏത് വർക്ക് ചെയ്താലും അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വവും അക്കൗണ്ടബിലിറ്റിയും ഈ പറയുന്ന ലൈൻ ഏജൻസീസിന് തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഇന്റർപ്രറ്റിംഗ് ആൻഡ് ഡിഫെൻഡിങ് പോളിസി ആൻഡ് ഓപ്പറേഷൻസ്, അതായത് അവർ ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസീസിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഡിഫെൻഡ് ചെയ്യുക, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യുക. ഇതെല്ലാം ചെയ്യേണ്ടത് ലൈൻ ഏജൻസീസിന്റെ ഉത്തരവാദിത്വമാണ്. ഒപ്പം തന്നെ മെയിൻറ്റെയിനിങ് പ്രൊഡക്ഷൻ ആൻഡ് സീക്കിംഗ് എഫിഷ്യൻസി ആൻഡ് ഇക്കണോമി. ഒന്നാമതായിട്ട് ഓർഗനൈസേഷന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതും ഈ ലൈൻ ഏജൻസീസിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ക്ലിയർ ആയോ? 4 ഒന്ന് മേക്കിംഗ് ഡിസിഷൻസ് ആണ്, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി, ഇന്റർപ്രറ്റിംഗ് ആൻഡ് ഡിഫെൻഡിങ് പോളിസി ആൻഡ് ഓപ്പറേഷൻസ്, മെയിൻറ്റെയിനിങ് പ്രൊഡക്ഷൻ ആൻഡ് സീക്കിംഗ് എഫിഷ്യൻസി ആൻഡ് ഇക്കോണമി. ക്ലിയർ ആയോ? ഇത് LD ആയിട്ട് കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? ഈ ചോദ്യം ഇനി ചോദിക്കാം. അക്കോർഡിംഗ് ടു LD White, which of the following is not a function of
ലൈൻ ഏജൻസി എന്ന രീതിയിൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ബൈഹാർട്ട് ചെയ്യാന്നല്ല ഉദ്ദേശിച്ചത്, ജസ്റ്റ് ഐഡിയ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ലൈൻ ഏജൻസി ഒന്നുകൂടെ പറയണോ? അടുത്ത നമ്മൾ സ്റ്റാഫ് ഏജൻസീസിലേക്കാണ് പോകുന്നത്. ലൈൻ ഏജൻസി ക്ലിയർ ആയോ? ലൈൻ ഏജൻസി ഓക്കെ ആയോ? ഓക്കെ. ഇനി രണ്ടാമത്തേത് സ്റ്റാഫ് ഏജൻസീസ് ആണ്. അപ്പൊ സ്റ്റാഫ് ഏജൻസീസ് എന്തായിരിക്കും? ലൈൻ ഏജൻസീസ് ആണ് കാര്യങ്ങളെങ്കിൽ എല്ലാം നടപ്പിലാക്കുന്നതെങ്കിൽ സ്റ്റാഫ് ഏജൻസീസ് എന്തായിരിക്കും? സ്റ്റാഫ് ഏജൻസീസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്? സ്റ്റാഫ് ഏജൻസീസ് എന്തായിരിക്കും? അവരെ സഹായിക്കുകയാണ് അല്ലേ? കറക്റ്റ് ആണ്, അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അവരെ അസിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ അഡ്വൈസ് ചെയ്യുക. ഇത് രണ്ടുമാണ് സ്റ്റാഫ് ഏജൻസി ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഇത്രയും പഠിച്ചാൽ മതി. അഡ്വൈസ് ആൻഡ് അസിസ്റ്റ് ദ ലൈൻ ഏജൻസീസ് എന്നുള്ളതാണ് സ്റ്റാഫ് ഏജൻസീസ് ചെയ്യുന്നത്. ലൈൻ ഏജൻസീസിനെ അവരുടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക, ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ അവർക്ക് അഡ്വൈസ് നൽകുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റാഫ് ഏജൻസീസ് എന്തൊക്കെയാന്ന് നോക്കാം. നിങ്ങൾ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇവർ നേരിട്ട് എന്ത് ചെയ്യത്തില്ല, ജനങ്ങളുമായിട്ട് ഇന്ററാക്ഷൻസ് ഒന്നുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക പോളിസി ഫോർമുലേഷൻസിന്റെയും അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന്റെയും പുറകില് ഇവര് ഉണ്ടാകും. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാന്ന്. ഒന്ന് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ആണ്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ ആരാ വരുന്നത്? ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് വെച്ചാൽ എന്താ? ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് വെച്ചാൽ എന്താ? കേട്ടിട്ടുണ്ടോ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന്? മന്ത്രിസഭ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥ വൃന്ദം. കറക്റ്റ് ആണ്. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെയും അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും ഡിസിഷൻ മേക്കിങ്ങിലും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പോളിസീസ് കോർഡിനേറ്റ് ചെയ്യുന്നതിലും സഹായിക്കുന്ന ഒരു ഓഫീസാണ് എന്തെന്ന് പറയുന്നത്? ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അപ്പോ അവർ നേരിട്ട് ജനങ്ങളുമായിട്ട് ഇന്ററാക്ഷൻ നടത്തുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അവർ നേരിട്ട് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നുണ്ടോ? ഇല്ല. അവരെന്താ ചെയ്യുന്നത്? ലൈൻ ഏജൻസീസിനെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവാണ് അല്ലെ, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുവാണ്, അസിസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, നമ്മുടെ ഈ പാർലമെന്റിലൊക്കെ ബില്ല് അവതരിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ എന്താണ് പോളിസീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബില്ല് അവതരിപ്പിക്കാൻ ആ ബില്ല് പ്രിപ്പയർ ചെയ്യുന്ന അതാത് മന്ത്രിമാരാണോ? ആ ബില്ല് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്ന അതാത് മന്ത്രിമാരാണോ? അവരത് സഭയിൽ അവതരിപ്പിക്കുന്നേ ഉള്ളൂ അല്ലെ. അവരുടെ പുറകിൽ ഒരു ഓഫീസ് ഉണ്ട് അല്ലെ. അത്തരത്തിലുള്ള ഓഫീസുകളെയാണ് നമ്മൾ സ്റ്റാഫ് ഏജൻസീസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ആണ്, PMO. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് ഗ്രൂപ്പ് ആണ് ഇതെന്ന് പറയുന്നത്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെ ക്യാബിനറ്റ് കമ്മിറ്റീസ് ഉണ്ട്, അത് നിങ്ങൾക്കറിയാലോ. ഏതെങ്കിലും ഒരു 2 ക്യാബിനറ്റ് കമ്മിറ്റീസിന്റെ പേര് പറയാമോ? ഏതെങ്കിലും 2 ക്യാബിനറ്റ് കമ്മിറ്റീസിന്റെ പേര് പറയാമോ? ഇഷ്ടംപോലെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റീസ് ഇല്ലേ, അതുപോലെ തന്നെ ഇക്കണോമിക് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റീസ് ഇല്ലേ, പൊളിറ്റിക്കൽ അഫേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റീസിൽ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മിറ്റീസ് നമുക്ക്, ക്യാബിനറ്റ് കമ്മിറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അടുത്തത് അത് പ്ലാനിംഗ് കമ്മീഷൻ ആണ്. ആക്ച്വലി ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ നമുക്ക് ഇപ്പൊ ആഡ് ചെയ്യാൻ പറ്റുമോ? പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പം പറയാൻ പറ്റുമോ? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ?
ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ? ഇല്ല. ഇപ്പൊ അതിന് പകരം എന്താ ഉള്ളേ? ഇപ്പൊ എന്താ ഉള്ളേ? പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിലുള്ള ബോഡി എന്താ? നീതി ആയോഗാണ് അല്ലേ? പ്ലാനിംഗ് കമ്മീഷന് പകരം ഇപ്പൊ നിലവിലുള്ള ബോഡി നീതി ആയോഗാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ എന്തെങ്കിലും ആണോ? ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ എന്തെങ്കിലും ആണോ? അല്ല. പിന്നെ എന്താ അത്? ശരിക്കും നമ്മള് നീതി ആയോഗിനെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് എ തിങ്ക് ടാങ്ക് എന്ന് വിളിക്കും അല്ലേ? അതൊരു തിങ്ക് ടാങ്ക് ആണ് എന്നാണ് പറയുന്നത് അല്ലേ? അതൊരു തിങ്ക് ടാങ്ക് ആണ് എന്ന് വെച്ചാൽ എന്താ? അതൊരു തിങ്ക് ടാങ്ക് ആന്ന് വെച്ചാൽ എന്താ? എന്താ ഒരു തിങ്ക് ടാങ്ക് എന്ന് വെച്ചാല്? എനി ഐഡിയ? സമയം കളയാതെ പെട്ടെന്ന് പറയൂ കേട്ടോ. എന്താ തിങ്ക് ടാങ്ക് എന്ന് വെച്ചാല്? എന്താ തിങ്ക് ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മുടെ പൊളിറ്റിക്സുമായിട്ടോ ഇക്കണോമി ആയിട്ടോ എൻവയോൺമെന്റുമായിട്ടോ സൊസൈറ്റിയോ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസില് ഐഡിയാസ്, അഡ്വൈസ്, പോളിസി റെക്കമെൻഡേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തിങ്ക് ടാങ്ക് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊരു ഇഷ്യൂ ആവാം. അത് പൊളിറ്റിക്സ് ആവാം, എൻവയോൺമെന്റ് ആവാം, ഇക്കോണമി ആവാം, സൊസൈറ്റി ആവാം. അതായത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏതൊരു ടോപ്പിക്കും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു ഇഷ്യൂ ആയിക്കോട്ടെ, ആ ഇഷ്യൂവിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ച് ഇല്ലെങ്കിൽ അതിലെ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐഡിയാസ്, അതുമായി റിലേറ്റഡ് ആയിട്ട് ഉപദേശങ്ങൾ നൽകുക, പോളിസി റെക്കമെൻഡേഷൻസ് ഒക്കെ ഗവൺമെന്റിന് നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ഓഫ് എക്സ്പേർട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? തിങ്ക് ടാങ്ക് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഇനി അത് തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ ഇപ്പൊ ഇവിടെ ഉള്ളത് എന്താണ്? അതൊരു നീതി ആയോഗ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ഇവിടെ ഉള്ളത് എന്നത് ഓർത്ത് വെച്ചേക്കട്ടെ. നീതി ആയോഗ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നീതി ആയോഗ് ആണ് ഇപ്പൊ അവിടെ ഉള്ളതെന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്റ്റാഫ് ഏജൻസിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രി എന്ന് പറയും. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് ഡിവിഷൻ, പേഴ്സണൽ മിനിസ്ട്രി എന്ന് പറയും. ദെൻ സ്റ്റാഫ് ഇൻസൈൻ. ഇതൊക്കെയാണ്. സോറി, ഇവിടെ ഒരു ടൈപ്പിംഗ് എറർ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തേക്കണേ. സ്റ്റാഫ് ഇൻസൈൻ എന്നല്ല, സ്റ്റാഫ് ഇൻസ്പെക്ഷൻ യൂണിറ്റ് എന്നാണ്. ടൈപ്പിംഗ് എറർ വന്നതാണ് കേട്ടോ. അതൊന്ന് മാറ്റി എഴുതി വെച്ചേക്കണേ. ഇത് സ്റ്റാഫ് ഇൻസ്പെക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റാഫ് ഇൻസ്പെക്ഷൻ യൂണിറ്റ്. അതൊന്ന് റീറൈറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്കിനി ഫങ്ഷൻസ് ഓഫ് സ്റ്റാഫ് ഏജൻസീസ് നോക്കാം. ഈ ഫങ്ഷൻസ് ഓഫ് സ്റ്റാഫ് ഏജൻസീസ് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ല പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കേഴ്സും എങ്ങനെയാണ് സ്റ്റാഫ് ഏജൻസീസിന്റെ ഫങ്ഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് തരുന്നത് ഒരു സെന്റൻസ് തന്നിട്ട് ഇത് ആര് പറഞ്ഞിരിക്കുന്നു, അങ്ങനെയുള്ള രീതിയിൽ കോട്സുകൾ ചോദിക്കാറില്ലേ? അപ്പം ആ ഒരു രീതിയിലാണ് ഈ ഫങ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം 2-3 തിങ്കേഴ്സിന്റെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വൺ മൂണിയാണ് കേട്ടോ. നമ്മുടെ മൂണി ആൻഡ് വീലിക്കകത്തെ മൂണി ഇല്ലേ, മൂണിയാണ് ഫസ്റ്റ് പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ നമുക്ക് നോക്കാം. സ്റ്റാഫ് ഏജൻസീസ് എന്ന് വെച്ചാൽ എന്താ നോക്കാം. ഒന്നാമതായിട്ട് സ്റ്റാഫ് ഏജൻസി ഒരു ഇൻഫർമേറ്റീവ് ഫങ്ഷൻ
നടപ്പിലാക്കുന്ന യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു ഇല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്, ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിസർച്ച് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അതുമായി സ്റ്റഡി നടത്തുന്ന ഗ്രൂപ്പാണ്, അതുമായി എൻക്വയറി നടത്തുന്ന ഗ്രൂപ്പാണ്. ഇതൊക്കെയാണ് ഇവരുടെ ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചീഫ് എക്സിക്യൂട്ടീവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അത് എവിടെ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ചീഫ് എക്സിക്യൂട്ടീവിലേക്ക് എത്തിക്കുക എന്നുള്ളത് സ്റ്റാഫ് ഏജൻസീസിന്റെ ചുമതലയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് അഡ്വൈസറി ഫംഗ്ഷൻ ആണ്. അഡ്വൈസറി ഫംഗ്ഷനകത്ത് വരുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവിനെ അഡ്വൈസ് ചെയ്യുക, ഉപദേശിക്കുക എന്നുള്ളതാണ് അഡ്വൈസറി ഫംഗ്ഷൻ. അത് വരുന്ന പേരിനകത്ത് തന്നെ ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവിനെ ഡിസിഷൻ മേക്കിങ്ങിൽ അഡ്വൈസ് ചെയ്യുക. മൂന്നാമത്തേത് സൂപ്പർവൈസറി ഫംഗ്ഷൻ ആണ്. അതായത് ഈ ലൈൻ ഏജൻസീസ് കൃത്യമായിട്ട് എക്സിക്യൂട്ടീവിന്റെ ഡിസിഷൻ, ചീഫ് എക്സിക്യൂട്ടീവിന്റെ ഡിസിഷൻ നടപ്പിലാക്കി എടുക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് സ്റ്റാഫ് ഏജൻസീസിന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആയോ? മോണിയുടെ ഒപ്പീനിയനിലുള്ള 3 ഫംഗ്ഷൻസ് ഒന്നുകൂടി പറയണോ? ഒന്ന് ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻ ആണ്, അഡ്വൈസറി ഫംഗ്ഷൻ ആണ്, സൂപ്പർവൈസറി ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? 3 ഫംഗ്ഷൻസും ക്ലിയർ ആയോ? ഓക്കെ ആണോ? അടുത്തയാളുടെ ഒപ്പീനിയനിലോട്ട് പോകട്ടെ. ഓക്കെ, അടുത്തയാളുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ പിഫിനർ ആണ് കേട്ടോ പറയുന്നത്. പിഫിനറിന്റെ ഒപ്പീനിയനിൽ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റാഫ് ഏജൻസീസ് എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് അനുസരിച്ചിട്ട് അഡ്വൈസിംഗ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, കൺസൾട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോർഡിനേഷൻ ഉണ്ട്, ഫാക്ട് ഫൈൻഡിങ് ആൻഡ് റിസർച്ച്, കോണ്ടാക്ട് ആൻഡ് ലയസൺ, assisting the line, exercising delegated authority from line, planning. ഇത്രയുമാണ് പ്രധാനമായിട്ടും പറയുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നെന്താ? അഡ്വൈസിങ്, ടീച്ചിങ് ആൻഡ് കൺസൾട്ടേഷൻ. അതായത് ലൈൻ ഏജൻസീസിന് എന്ത് ചെയ്യുക? കൃത്യമായ രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതിന് അഡ്വൈസ് ചെയ്യുക, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക, ഒപ്പം തന്നെ കൃത്യമായ രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തേത് കോർഡിനേഷൻ ആണ്, വിച്ച് മീൻസ് ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്തു അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ അവസാനം വരെ, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആകുന്നത് വരെ ആ ഒരു ആക്ടിവിറ്റിയെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതും സ്റ്റാഫ് ഏജൻസീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, ഫംഗ്ഷൻ ആണ്. മൂന്നാമത്തേത് ഫാക്ട് ഫൈൻഡിങ് ആൻഡ് റിസർച്ച്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഫാക്റ്റുകൾ എൻക്വയറി ചെയ്തെടുക്കുക, അതുപോലെ തന്നെ കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളത്, റിസർച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് സ്റ്റാഫ് ഏജൻസീസിന്റെ ഉത്തരവാദിത്തമാണ്. ദെൻ കോണ്ടാക്ട് ആൻഡ് ലയസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ സൂക്ഷിക്കുക, അതുപോലെ അസിസ്റ്റിംഗ് ദ ലൈൻ ഏജൻസീസിനെ അസിസ്റ്റ് ചെയ്യുക. ദെൻ ലൈൻ ഏജൻസിയിൽ നിന്നും ഡെലഗേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വെച്ചാൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള അതോറിറ്റി ഇല്ലെങ്കിൽ ഫങ്ഷൻസ് കൈകാര്യം ചെയ്യുക എന്നുള്ളതും ഈ സ്റ്റാഫ് ഏജൻസീസിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് പിഫിനർ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? പിഫിനറിന്റെ ഒപ്പീനിയൻ മനസ്സിലായോ? ജസ്റ്റ് വായിച്ചിട്ടാൽ മതി കേട്ടോ, കാണാതെ പഠിക്കൊന്നും വേണ്ട. ഇന്നയാളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തതായിട്ട് പറയുന്നത് LD വൈറ്റ് ആണ്. LD വൈറ്റ് നമ്മൾ ആദ്യം മുതലേ ഈ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ കാണുന്ന പേരാണല്ലേ, അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിച്ചോളുക. LD വൈറ്റിനെ കുറിച്ച് ഒരു ക്വസ്റ്റനെങ്കിലും എന്താണെങ്കിലും എക്സാമിൽ ഉണ്ടാവും കേട്ടോ. അപ്പം LD വൈറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ടു എൻഷുർ ദാറ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഈസ് ആഡിക്വേറ്റ്ലി ആൻഡ് കറന്റ്ലി ഇൻഫോംഡ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ടൈംലിയായിട്ടും എന്ത് ചെയ്യണം? ചീഫ് എക്സിക്യൂട്ടീവിനെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇവിടെ എക്സിക്യൂട്ടീവ് എന്നാണ് കേട്ടോ, ഞാൻ ടൈപ്പിംഗ് എററാണ്, സ്പീഡ് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. നോട്ട് PDF പ്രിന്റ് എടുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് മാറ്റിയേക്കണം കേട്ടോ. ടു എൻഷുർ ദാറ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഈസ് ആഡിക്വേറ്റ്ലി ആൻഡ് കറന്റ്ലി ഇൻഫോംഡ്. കൃത്യമായ സമയത്ത്
കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചീഫ് എക്സിക്യൂട്ടീവിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് സ്റ്റാഫ് ഏജൻസീസ് ഉറപ്പുവരുത്തണം. രണ്ടാമതായിട്ട് പറയുന്നത് എന്താ? ടു അസിസ്റ്റ് ഹിം ഇൻ ഫോർസീയിങ് പ്രോബ്ലംസ് ആൻഡ് പ്ലാനിങ് ഫ്യൂച്ചർ പ്രോഗ്രാംസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന, ഇല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന, ഇല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കാണുവാനും അതോടൊപ്പം തന്നെ ഭാവി കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങും എടുക്കാൻ പറ്റുന്നവരായിരിക്കണം സ്റ്റാഫ് ഏജൻസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊട്ടക്ട് ഹിസ് ടൈം. ഹിസ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഇടപെടാണ്ടാത്ത കാര്യങ്ങളിലാണെങ്കിൽ അത് ഇടപെടാതെ നോക്കേണ്ടതും അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം ചീഫ് എക്സിക്യൂട്ടീവിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടതും സ്റ്റാഫ് ഏജൻസീസ് ആണ്. Then to secure means of ensuring compliance by subordinates with established policy and executive direction. അതായത് എടുക്കുന്ന പോളിസീസ് ഇല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട വിധം എങ്ങനെയാണ് എന്ന് സബോർഡിനേറ്റ്സിനെ മനസ്സിലാക്കിപ്പിക്കണം. ഒപ്പം തന്നെ അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നും അതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അതിനാവശ്യമായിട്ടുള്ള മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നടപ്പിലാക്കി എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? സ്റ്റാഫ് ഏജൻസീസ് മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റാഫ് ഏജൻസീസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയാത്ത, നമ്മുടെ നോട്ടിനകത്ത് ആഡ് ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നോട്ടിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഇതൊരു PYQ ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് അല്ലാതെ പറയാമെന്ന് വിചാരിച്ചു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ പറയുന്ന സ്റ്റാഫ് ഏജൻസിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയുന്നത് അനോണിമസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആരാണ് എന്നുള്ളത് പുറത്ത് വെളിവാക്കത്തില്ല അല്ലെ. നമ്മൾ അഭ്യുദയകാംക്ഷി എന്നൊക്കെ പറയാറില്ല. ഇങ്ങനെ പോലീസിന് എന്താ കംപ്ലൈന്റ്സ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അവര് ആരാണെന്ന് പറയാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവർ അങ്ങനെ പറയത്തില്ലേ. ആ ഒരു ടൈപ്പ് ഓഫ് ആളുകളായിട്ടാണ് ഈ സ്റ്റാഫ് ഏജൻസീസിനെ കൺസിഡർ ചെയ്യുന്നത്. സോ അനോണിമസ് ആണ് അവരുടെ നേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കാര്യം ഇല്ലെങ്കിൽ എന്താ, സ്റ്റാഫ് ഷുഡ് ഹാവ് എ പാഷൻ ഫോർ അനോണിമിറ്റി. എപ്പോഴും സ്റ്റാഫ് ഏജൻസീസ് അനോണിമസ് ആയിട്ട് നിലനിൽക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയിലാണ്. USA നിന്നുള്ള ബ്രൗൺ ലോ കമ്മിറ്റിയിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. 1937 കമ്മിറ്റി വന്നിട്ടുള്ളത്. ഞാൻ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ബ്രൗൺ ലോ കമ്മിറ്റി പഠിച്ചു വെച്ചോണേ. ബ്രൗൺ ലോ കമ്മിറ്റി ഓഫ് 1937 from USA. സോ ഈ ഒരു കമ്മിറ്റിയിലാണ് സ്റ്റാഫ് ഏജൻസീസ് അനോണിമസ് ആയിട്ട് നിലകൊള്ളണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? ബ്രൗൺ ലോ കമ്മിറ്റി ഓഫ് 1937 ഫ്രം USA. ക്ലിയർ ആയോ? അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ ആണോ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകട്ടെ. നെക്സ്റ്റ് ടോപ്പിക്ക് പറയട്ടെ. ഓക്കെ, അടുത്തത് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഏജൻസീസ്. ഇത് നമ്മുടെ പിപ്പിനർ ആണ് കേട്ടോ ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഏജൻസീസ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ദ ജനറൽ സ്റ്റാഫ് ആണ്. ജനറൽ സ്റ്റാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് വർക്കില് ചീഫ് എക്സിക്യൂട്ടീവിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ജനറൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്, അസിസ്റ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. ഇനി നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ആരാണ് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവിലേക്ക് ഒരു ഫിൽറ്റർ ആൻഡ് ഫണൽ ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കാം. ഒരു PYQ ആണ്. ചീഫ് എക്സിക്യൂട്ടീവിന്റെ ഫിൽറ്റർ ആൻഡ് ഫണൽ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സ്റ്റാഫ് ഏജൻസി ആണ്. അതിൽ ജനറൽ സ്റ്റാഫ് ആണ് എന്നത് ഓർത്ത് വെക്കണം. ഈ ഓപ്ഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ തന്നിരുന്നത്. അതുകൊണ്ട് ജനറൽ സ്റ്റാഫ് ആണ്
ഫിൽറ്റർ ആൻഡ് ഫണൽ ടു ദ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫിൽറ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഫണലും ഫിൽറ്ററും ഒക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? എന്തിനാ നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്? ഇല്ലെങ്കിൽ ഫിൽറ്ററിങ് നടത്തുക എന്ന് വെച്ചാൽ എന്താ? ഫണലൊക്കെ എന്തിനാ? അരിക്കാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പം മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വേണ്ടാത്തത് ഒഴിവാക്കുക അല്ലേ? അത് തന്നെയാണ് സെപ്പറേറ്റ് ചെയ്യുക അല്ലെ? അൺവാണ്ടഡ് സബ്സ്റ്റൻസസിനെ വേണ്ടതാക്കുക. അതുപോലെ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? ചീഫ് എക്സിക്യൂട്ടീവിന്റെ അടുത്തേക്ക് എത്തുന്ന അൺവാണ്ടഡ് ഫയൽസിനെ ഫിൽട്ടർ ചെയ്ത് ആവശ്യമായിട്ടുള്ള ഫയൽസ് മാത്രം എന്ത് ചെയ്യുക? അദ്ദേഹത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി അദ്ദേഹത്തിന്റെ ടൈം നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. സോ അവരൊരു ഫിൽട്ടർ ആൻഡ് ഫണൽ ടു ദ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ടെക്നിക്കൽ സ്റ്റാഫ് ആണ്. ടെക്നിക്കൽ സ്റ്റാഫ് അപ്പൊ എന്തായിരിക്കും ചെയ്യുന്നത്? കൃത്യമായിട്ടുള്ള ഫങ്ഷണൽ സൂപ്പർവിഷൻ ആയിരിക്കും അല്ലെ? അതായത് ഈ ടെക്നിക്കൽ സ്കില്ലൊക്കെ ആവശ്യം ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ സ്കിൽസ് ഒക്കെ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? അസിസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ടെക്നിക്കൽ സ്റ്റാഫ് ചെയ്യുന്നത്. അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഫങ്ഷണൽ സ്റ്റാഫ്. ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഫങ്ഷണൽ സ്റ്റാഫ് എന്നറിയപ്പെടുന്നത് ടെക്നിക്കൽ സ്റ്റാഫിനെയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തേത് ഓക്സിലറി സ്റ്റാഫ് ആണ്. ഓക്സിലറി സ്റ്റാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഏജൻസീസിന് സാധാരണ രീതിയിൽ കൊടുക്കേണ്ട ഹൗസ് കീപ്പിംഗ് സർവീസസ് ഒക്കെ കൊടുക്കുന്ന ഗ്രൂപ്പാണ് ഓക്സിലറി സ്റ്റാഫ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ അടുത്തതായിട്ടും പറയുന്നത്. ഓക്സിലറി സ്റ്റാഫ് എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നോർമലി ഈ ലൈൻ ഏജൻസീസിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സിലറി സ്റ്റാഫ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? മൂന്നെണ്ണം ക്ലിയർ ആയോ? മൂന്ന് സ്റ്റാഫുകളും ക്ലിയർ ആയോ? ആദ്യത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റാഫ് ആണ്. ഫിൽട്ടർ ആൻഡ് ഫണൽ ടു ദ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ടെക്നിക്കൽ സ്റ്റാഫ്, സ്പെഷ്യൽ സ്റ്റാഫ് ഓർ ഫങ്ഷണൽ സ്റ്റാഫ് ആണ്. ഓക്സിലറി സ്റ്റാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡിങ് കോമൺ ഹൗസ് കീപ്പിംഗ് സർവീസസ് ടു ദ ലൈൻ ഏജൻസീസ്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ അല്ലെ? നമുക്കിനി ഓക്സിലറി ഏജൻസീസിലേക്ക് പോയാലോ? ഓക്സിലറി ഏജൻസീസിലേക്ക് പോകാം. ഓക്കെ, ഓക്സിലറി ഏജൻസീസ് ഈ പറഞ്ഞതുപോലെ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓക്സിലറി ഏജൻസീസ് എന്ന്. ഒന്ന് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ ലോ മിനിസ്ട്രി, ഫിനാൻസ് മിനിസ്ട്രി, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, പാർലമെന്ററി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഡയറക്ടർ ജനറൽ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്പോസൽ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓക്സിലറി ഏജൻസീസ്. ഇതൊന്നും അല്ല, ഇതിലും കൂടുതലുണ്ട്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ഓക്സിലറി ഏജൻസീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി ഇത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. ഈ ഏജൻസീസിന്റെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം നമ്മുടെ കേരള സെറ്റ് എക്സാമിൽ ഇതിനു മുൻപ് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റാഫ് ഏജൻസി, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ലൈൻ ഏജൻസി എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അത് കാണാതെ പഠിക്കാന്നല്ല, ഏതൊരു രീതിയിലായിരിക്കും ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ സ്റ്റാഫ് ഏജൻസിയും ഓക്സിലറി ഏജൻസീസും ഒരേ ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അവർക്കിടയിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ ഡിഫറൻസസ് നോക്കാം. ഇപ്പൊ സ്റ്റാഫ് ഏജൻസീസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇവര് ലൈൻ ഏജൻസിയെ അഡ്വൈസ് ചെയ്യാണ്. എന്നാൽ ഓക്സിലറി ഏജൻസീസ് കോമൺ ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ് ലൈൻ ഏജൻസീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ അഡ്വൈസ് ചെയ്യുവല്ല ചെയ്യുന്നത്, കോമൺ ഹൗസ് കീപ്പിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? എന്താണ് ഈ കോമൺ ഹൗസ് കീപ്പിംഗ് സർവീസസ് നിങ്ങൾക്ക് അറിയാവോ? ഞാനിപ്പോ കോമൺ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞില്ലേ, എന്തായിരിക്കും ഈ കോമൺ ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കോളേജോ സ്കൂളോ ഒക്കെ എടുക്കുക, അവിടുത്തെ പ്രിൻസിപ്പൽ ആൻഡ് ടീച്ചേഴ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ലൈൻ ഏജൻസീസ് എന്ന് പറയുന്നത്. എന്നാൽ അവിടെ നമുക്കൊരു ഓഫീസ് ഉണ്ടാകുമല്ലോ, ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ക്ലറിക്കൽ പോസ്റ്റിലുള്ളവര് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് അങ്ങനെയുള്ള പോസ്റ്റിലുള്ളവരെയാണ് നമ്മൾ സ്റ്റാഫ് ഏജൻസീസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഓക്സിലറി ഏജൻസീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിൽ പ്യൂൺ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടാവൂല, അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവര്, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓക്സിലറി ഏജൻസീസ് എന്ന് ഒരു സ്കൂളിന്റെ പെർസ്പെക്റ്റീവിൽ പറയാൻ സാധിക്കും. ഇപ്പൊ ക്ലിയർ ആയോ? ഒന്നുകൂടെ ക്ലിയർ ആയോ? അപ്പൊ അവരെന്താ ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള സപ്പോർട്ടുകളാണ് നൽകുന്നത്, അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ആണ് ഇവരുടെ ഈ ഓക്സിലറി ഏജൻസീസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി സ്റ്റാഫ് ഏജൻസീസിന് ഓപ്പറേറ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, ഓക്സിലറി ഏജൻസീസിന് ഓപ്പറേറ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇവര് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നില്ല, ഇവരുടെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സ്പിയറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻസ് നടത്താൻ പറ്റും. എന്ന് വെച്ചാൽ ലിമിറ്റഡ് അതോറിറ്റിയാണ്, പക്ഷെ ഏത് ഭാഗം ആദ്യം അടിച്ചു വാരണമെന്ന് പ്രിൻസിപ്പൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ, പറയേണ്ട കാര്യമുണ്ടോ? അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസിഷനിൽ ഏത് ഭാഗം ആദ്യം ക്ലീൻ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ലേ? അത്തരത്തിൽ അവരുടേതായിട്ടുള്ള സ്പിയറിൽ എന്തുണ്ട്, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. ക്ലിയർ ആയോ? പിന്നെ ഇവരുടെ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട്. ഇവിടെ വൈഡർ ജൂറിസ്ഡിക്ഷൻ ആണ്, ഇവിടെ നാരോ ജൂറിസ്ഡിക്ഷൻ ആണ്. ഇത് ഞാൻ സ്കൂളിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതാണ്. ആക്ച്വലി ഇത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഓർഗനൈസേഷന്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള, അതായത് ഇന്നുമായിട്ട് 2-3 കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തില്ല, അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ PYQ ഉണ്ട്, ഒപ്പം തന്നെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. സോ ഇതൊന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക, പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വെച്ചേക്കുക കേട്ടോ. നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, നിങ്ങൾ ആൻസർ പറഞ്ഞു കേട്ടോ. അങ്ങനെ തെറ്റിപ്പോകുമ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് പഠിക്കും, അതുകൊണ്ടാണ് നിങ്ങൾ ആൻസർ പറഞ്ഞു കേട്ടോ. തെറ്റിപ്പോയാലും കുഴപ്പമില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡിസ്കസ് ചെയ്താലോ? ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Every organization must have its scalar chain just as every house must have its drain എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. അതായത് എല്ലാ വീടുകളിലും ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉള്ളതുപോലെ തന്നെ എല്ലാ ഓർഗനൈസേഷനിലും ഒരു സ്കേലാർ ചെയിൻ വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആരാണ്? ഓപ്ഷൻ എ മൂണി, ഓപ്ഷൻ ബി LD വൈറ്റ്, ഓപ്ഷൻ സി JD മില്ലറ്റ്, ഓപ്ഷൻ ഡി ഊർവിക്. ഇതിൽ ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എവരി ഓർഗനൈസേഷൻ മസ്റ്റ് ഹാവ് ഇറ്റ്സ് സ്കേലാർ ചെയിൻ ജസ്റ്റ് ആസ് എവരി ഹൗസ് മസ്റ്റ് ഹാവ് ഇറ്റ്സ് ഡ്രെയിൻ. ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കമന്റ് ചെയ്തേ. കുറച്ച് സ്പീഡിൽ ചെയ്യണേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും ഫുള്ള് കംപ്ലീറ്റ് ആക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? ആൻസർ അറിയത്തില്ലാത്തോണ്ടാണോ മിണ്ടാതിരിക്കുന്നേ? പറയുന്നത് കേൾക്കാലോ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ പറഞ്ഞ എന്താണ് ആൻസർ? തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും പറയത്തില്ല, തെറ്റിക്കോട്ടെ. ആൻസർ കമന്റ് ചെയ്തേ, എല്ലാരും കമന്റ് ചെയ്തേ.
മൂണി ആണോ, LD വൈറ്റ് ആണോ, JD മില്ലറ്റ് ആണോ, ഊർവിക് ആണോ? ഓപ്ഷൻ എ പറയുന്നു. പിന്നെ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോണേ, ഇത് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെന്റൻസ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചോണേ. Every organization must have its scalar chain just as every house must have its brain. ബാക്കി ആരും പറയുന്നില്ലേ? അബിത, അമൃത, ജിഷ, മഞ്ജു, ബാക്കി ആരും പറയുന്നില്ലേ? തെറ്റിക്കോട്ടെ പറഞ്ഞു. ഇത് സമയം എല്ലാവരും എ ആണ് പറയുന്നത്. ബാക്കി ഓക്കെ, ആൻസർ ഉർവിക് ആണ് കേട്ടോ, തെറ്റിച്ചേക്കരുത്. ഉർവിക് ആണ്. Every organization must have its scalar chain just as every house must have its brain എന്ന് പറഞ്ഞിട്ടുള്ളത് ഓർത്ത് വെച്ച് പഠിച്ചോളൂ കേട്ടോ. ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഊർവിക് ആണ്. ഊർവിക് ആണ്. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Who of the following said that scalar chain is a universal phenomenon? ഇതറിയാലോ നിങ്ങൾക്ക്, പറഞ്ഞേ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതല്ലേ. സ്കേലാർ ചെയിൻ ഒരു യൂണിവേഴ്സൽ ഫിനോമിനൻ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഊർവിക്, LD വൈറ്റ്, JD മില്ലറ്റ്, മൂണി. ആരാ പറഞ്ഞത്? മൂണിയാണ് അല്ലേ? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. മൂണിയാണ് യൂണിവേഴ്സൽ ഫിനോമിനൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The principle of unity of command says that. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ഇവിടെ ചോദ്യം. An employee should be subjected to the orders of more than one superior. A superior should give orders to one subordinate only. An employee should receive orders from one superior only. All the units of an organization should be integrated under the authority of one head only. ഇതിൽ ഏതായിരിക്കും ആൻസർ? കൺഫ്യൂഷൻ ആവരുത്, എല്ലാം തിരിച്ചു മറിച്ചൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് ഓപ്ഷൻസ് വായിച്ചിട്ട് മാത്രം ഓപ്ഷൻ പറയുക. ഏതാണ് ആൻസർ? എന്താ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാല്? എല്ലാരും സി ആണോ പറയുന്നേ? ബാക്കിയുള്ളവര് സി? ഓക്കെ, സി ആണല്ലേ? കറക്റ്റ് ആണ്. ഇവിടെ തെറ്റിച്ചേക്കരുത് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ആൻ എംപ്ലോയി ഷുഡ് ബി സബ്ജക്റ്റഡ് ടു ദ ഓർഡേഴ്സ് ഓഫ് മോർ ദാൻ വൺ സുപ്പീരിയർ. ഇവിടെ മോർ ദാൻ വൺ ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തെറ്റല്ലേ? വൺ സുപ്പീരിയർ എന്നല്ലേ നമ്മൾ പറയുന്നത്. അടുത്ത നോക്കിയേ, സുപ്പീരിയർ ഷുഡ് ഗീവ് ഓർഡേഴ്സ് ടു വൺ സബോർഡിനേറ്റ് ഓൺലി. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇതും തമ്മിൽ ഏകദേശം മീനിങ് സെയിം ആണല്ലേ? പക്ഷെ നമ്മുടെ ആക്ച്വൽ ഡെഫിനിഷൻ എന്താ? An employee should receive orders from one superior only എന്നാണ് അല്ലേ? സോ ഈ ഒരു ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. An employee should receive orders from one superior only. Okay, അടുത്ത ക്വസ്റ്റ്യൻ. The concept of unity of command is complementary to the principle of dash. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളുമായിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് നിലനിൽക്കുന്നതാണ്? സ്പാൻ ഓഫ് കൺട്രോൾ, അതോറിറ്റി, സ്കേലാർ ചെയിൻ, സൂപ്പർവിഷൻ. ഇതിലേതാണ് ആൻസർ? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഏതുമായിട്ട് കോംപ്ലിമെന്ററി ആണ്? എ ആണോ പറയുന്നത് എല്ലാരും? എല്ലാവർക്കും എ ആണോ ഓപ്ഷൻ? ഓക്കെ, ആക്ച്വലി ഇത് സ്കേലാർ ചെയിൻ ആണ് കേട്ടോ. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് വൺ ക്യാൻ കൺട്രോൾ എന്നുള്ളതല്ലേ? വൺ സുപ്പീരിയർ ക്യാൻ കൺട്രോൾ എന്നുള്ളതല്ലേ? അത് വരുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നതുകൊണ്ടല്ലേ ഇല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. കാരണം യൂണിറ്റി ഓഫ് കമാൻഡിൽ എന്താ പറയുന്നത്? ഒരു സുപ്പീരിയർ മാത്രമേ ഒരു സബോർഡിനേറ്റ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കമാൻഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതല്ലേ ഈ സ്കേലാർ ചെയിനിൽ വരുന്നത്. നമ്മൾ ഒരു ഏണി പോലെയാ പോകുന്നത്. ഇവിടെ ഉള്ള ആൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതിന് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത് ഏതാണ്? സ്കേലാർ ചെയിൻ ആണ്. ക്ലിയർ ആയോ? നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചേക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. The concept of unity of command requires that every member of an organization should report to one and only one leader. This statement is attributed to. ഇത് നിങ്ങൾ ഇന്നലെ പഠിച്ചതാ. പറഞ്ഞ ആരാണ്? ഹെൻറി ഫയോൾ ആണോ, പിഫിനർ ആൻഡ് പ്രസ്തസ് ആണോ, സെക്ലർ ഹഡ്സൺ ആണോ, ലൂതർ ഗളിക് ആണോ? ഒരു ഓർഗനൈസേഷനിലെ ഓരോ മെമ്പേഴ്സ് ആണ്.
പറയേണ്ട ആവശ്യമില്ല, നമ്മളിത് പഠിച്ചു കഴിഞ്ഞതാണല്ലോ അല്ലെ. ബി ആണ് ആൻസർ. പിഫിനർ ആൻഡ് പ്രസ്റ്റസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ഹൂ ഓഫ് ദി ഫോളോയിങ് ഹാസ് സജസ്റ്റഡ് മൾട്ടിപ്ലിസിറ്റി ഓഫ് കമാൻഡ് ഇൻ ദ പ്ലേസ് ഓഫ് മിലിറ്ററി ടൈപ്പ് ഓഫ് ഫോർമാൻ എന്ന് പറഞ്ഞത് ആരാണ്? മൾട്ടിപ്ലിസിറ്റി ഓഫ് കമാൻഡ് ഇൻ ദ പ്ലേസ് ഓഫ് മിലിറ്ററി ടൈപ്പ് ഓഫ് ഫോർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഹെൻറി ഫയോൾ ആണോ, ലൂതർ ഗള്ളിക് ആണോ, FW ടൈലർ ആണോ, ലിൻഡൽ ഓർവിക് ആണോ? ഇതിലാരായിരിക്കും ആൻസർ? നമ്മൾ യൂണിറ്റി ഓഫ് കമാൻഡിൽ ഒരുപാട് ഡെഫിനിഷൻസ് പഠിച്ചിരുന്നു അല്ലെ. ഇതാരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇതിൽ ഹെൻറി ഫയോളിന്റെ ഡെഫിനേഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നില്ലായിരുന്നോ? ലൂതർ ഗള്ളിക്കിന്റെ ഡെഫിനേഷനും പഠിപ്പിച്ചു തന്നില്ലായിരുന്നോ? ലിൻഡൽ ഊർവിക്ക് പറഞ്ഞത് എന്താണെന്നും പഠിപ്പിച്ചു തന്നില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കാത്ത സാധനമല്ലേ മൾട്ടിപ്ലിസിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്? അത് FW ടൈലർ ആണ് എന്ന കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് എത്തിക്കൂടെ? ബാക്കി എല്ലാവരുടെയും ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു പഠിച്ചതല്ലേ. സോ ഈ രീതിയിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണം. FW ടൈലർ ആണ് ആൻസർ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാവ് അഫക്റ്റഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്? താഴെ പറയുന്നവയിൽ യൂണിറ്റി ഓഫ് കമാൻഡ് അഫക്റ്റ് ചെയ്യുന്നത് ഏതിനെയാണെന്നാണ് ചോദ്യം. ഒന്ന് സ്റ്റാഫ് ഏജൻസീസ്, ദെൻ ലൈൻ ഏജൻസീസ്, ഓക്സിലറി ഏജൻസീസ്, സ്റ്റാഫ് ആൻഡ് ഓക്സിലറി ഏജൻസീസ്. ഏതിനെയായിരിക്കും? ഏതിനെയാ? സ്റ്റാഫ് ഏജൻസീസിനെയാണോ, ലൈൻ ഏജൻസീസിനെയാണോ, ഓക്സിലറി ഏജൻസീസിനെയാണോ, സ്റ്റാഫ് ആൻഡ് ഓക്സിലറി ഏജൻസീസിനെയാണോ? സി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആക്ച്വലി ഇത് സ്റ്റാഫ് ആൻഡ് ഓക്സിലറി ഏജൻസീസ് ആണ് കേട്ടോ. കാരണം രണ്ടുപേരും ഏകദേശം സിമിലർ ഫങ്ഷൻസ് ആണല്ലോ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കൺട്രോൾ കൂടുതലെങ്കിൽ പവർ കൂടുതൽ സ്റ്റാഫിനാണെന്നല്ലേ ഉള്ളൂ. സ്റ്റാഫ് ആൻഡ് ഓക്സിലറി ഏജൻസീസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തത് the old concept of the one single boss for each person is seldom found in fact in complex governmental situations. This statement was made by, ഇത് നിങ്ങൾ എന്താണെങ്കിലും പറയും തോന്നുന്നില്ല. ആക്ച്വലി ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ഇതിലൊരു രണ്ട് ഓപ്ഷൻസ് കൂടെ ഉണ്ടായിരുന്നു. എ പിഫിനർ ആൻഡ് പ്രസ്റ്റസ്, ബി മാർച്ച് ആൻഡ് സൈമൺ, സി സെക്ലർ ഹഡ്സൺ, ഡി ഹെൻറി ഫയോൾ. ഇങ്ങനെ രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഇതിൽ സെക്ലർ ഹഡ്സൺ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഈ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഈ സെക്ലർ ഹഡ്സൺ ആണ് കേട്ടോ പറയുന്നത്. പുള്ളിക്കാരൻ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ മാത്രം പഠിക്കുന്ന സമയത്ത് അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കുക. ദ ഓൾഡ് കോൺസെപ്റ്റ് ഓഫ് വൺ സിംഗിൾ ബോസ് ഫോർ ഈച്ച് പേഴ്സൺ ഈസ് എ സെൽഡം ഫൗണ്ട് ഇൻ ഫാക്ട് ഇൻ കോംപ്ലക്സ് ഗവൺമെന്റൽ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് സെക്ലർ ഹഡ്സൺ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് എളുപ്പമാണ് അല്ലെ. ഒന്നാമത്തേത് ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. രണ്ടാമത്തേത് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ് എംപ്ലോയീസ് ദാറ്റ് an administrator can effectively direct, the control or supervision of the superior over the subordinates, the number of people being controlled. ഇതിലേതാ ആൻസർ വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കുറച്ച് സ്പീഡപ്പ് ആക്കണേ. ഏതാ ആൻസർ വരുന്നത്? ബി ആണല്ലേ. ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ് എംപ്ലോയീസ് ദാറ്റ് an administrator can effectively direct ആണ് അല്ലേ. അത് ഡൗട്ട് ഒന്നും വരേണ്ട കാര്യമില്ല. ഒരു സൂപ്പർവൈസർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിക്കോളൂ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ സ്പാൻ ഓഫ് കൺട്രോൾ? അപ്പൊ നോക്കിക്കോളുക, ഇവിടെ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നന്നായിട്ട് നോക്കിക്കോണം കേട്ടോ. ചിലപ്പോൾ അവർ ബോൾഡ് ആയിട്ടൊന്നും തരത്തില്ല. ഇവിടെ നമുക്ക് കറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഇത് PYQ ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ കോൺസെപ്റ്റ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ ഈസ് റിലേറ്റഡ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് അറ്റൻഷൻ. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് സ്പാൻ ഓഫ് അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം കേട്ടോ. രണ്ടാമത്തേത്, there is an agreement on the length of the span of control. സ്പാൻ ഓഫ് കൺട്രോളിൽ ഒരു ലെങ്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്പർ ആണ് കേട്ടോ. സ്പാൻ ഓഫ് കൺട്രോളിൽ എത്ര പേരെ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും.
മൂന്നാമത്തേത് there is a difference with regard to span of control between higher and lower levels. ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോഴും താഴ്ന്ന നിലയിലേക്ക് എത്തുമ്പോഴും ഈ സ്പാൻ ഓഫ് കൺട്രോൾ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാകും. നാലാമത്തേത് the span of control depends on many variable factors. സ്പാൻ ഓഫ് കൺട്രോൾ പല ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഓപ്ഷൻ 1 എന്താണ്? 1, 2 and 4. രണ്ടാമത്തെ 1 and 4. മൂന്നാമത്തെ 1, 2, 3 and 4. നാലാമത്തേത് 1, 3 and 4. ഏതായിരിക്കും ആൻസർ വരുന്നത്? 1, 2 and 4 ആണോ? 1 and 4 ആണോ? ഓൾ ഓഫ് ദി അബവ് ആണോ? 1, 3 and 4 ആണോ? ഏതാ ആൻസർ വരുന്നേ? സി, ഓൾ ഓഫ് ദി അബവ് ആണ് അല്ലേ പറയുന്നത്. പക്ഷേ ആൻസർ 1, 3 and 4 ആണ്. ഇനി അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നിങ്ങൾക്കറിയാം, the concept of span of control is related to the principle of span of attention. നമ്മൾ പറഞ്ഞിരുന്നു VA ഗ്രേക്കുനീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ സ്പാൻ ഓഫ് കൺട്രോൾ പറഞ്ഞിരിക്കുന്നത്. അയാൾ അതുകൊണ്ട് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്നുള്ളൊരു തീമിലൊക്കെ ആയിരുന്നു. അപ്പം സ്പാൻ ഓഫ് അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്പാൻ ഓഫ് കൺട്രോൾ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ നോക്കിയാൽ there is an agreement on ലെങ്ത് ഓഫ് ദി സ്പാൻ ഓഫ് കൺട്രോൾ. അതായത് ഒരു സൂപ്പർവൈസർ ഒരു സബോർഡിനേറ്റിനെ ഇത്ര സബോർഡിനേറ്റിനെ മാത്രമേ കൺട്രോൾ ചെയ്യത്തുള്ളൂ എന്ന് എവിടെയെങ്കിലും ഒരു എഗ്രിമെന്റ് ഉണ്ടോ? അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടോ? എഗ്രിമെന്റ് ആയിട്ടുണ്ടോ? ഓരോ സൂപ്പർവൈസറിന്റെയും കഴിവിനനുസരിച്ചിട്ട് സ്പാൻ ഓഫ് കൺട്രോൾ ഡിഫറെന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്നയാൾക്ക് ഇത്ര ആളെ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു എഗ്രിമെന്റ് ഒന്നും അവിടെ ഇല്ല അല്ലെ? റിട്ടേൺ ആയിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. സോ നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആവരുത്, ശ്രദ്ധിച്ച് സ്റ്റേറ്റ്മെന്റ്സുകൾ വായിക്കുക. ഇത് കറക്റ്റ് ആണ് അല്ലെ? ലോവർ ലെവലിലും ഹയർ ലെവലിലും എത്തുന്തോറും സ്പാൻ ഓഫ് കൺട്രോളിൽ ഡിഫറൻസുകൾ ഉണ്ടാവാം. നാലാമത്തേത് സ്പാൻ ഓഫ് കൺട്രോൾ പല പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ആളുടെ ലീഡറിന്റെ അല്ലെ സൂപ്പർവൈസറിന്റെ കപ്പാസിറ്റി, ആളുടെ നോളജ്, ആളുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പാൻ ഓഫ് കൺട്രോളിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നോ സൂപ്പർവൈസർ ക്യാൻ സൂപ്പർവൈസ് ഡയറക്ട്ലി ദ വർക്ക് ഓഫ് മോർ ദാൻ 5 or at the most 6 subordinates who work interlocks. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആരാന്നാണ് ചോദ്യം. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊക്കെ ഗസ് അടിക്കാന്നല്ലാതെ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. ഇനി ഇതൊന്ന് നോക്കിക്കേ. ഒരു സൂപ്പർവൈസർക്ക് 5-ൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? വർക്കേഴ്സിനെ അറ്റ് എ ടൈമിൽ സൂപ്പർവൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ആരാണ്? സെക്ലർ ഹഡ്സൺ ആണോ? ഉർവിക് ആണോ? മില്ലറ്റ് ആണോ? ഡിമോക്ക് ആണോ? ആൻസർ പറഞ്ഞേ. എല്ലാരും എ ആണോ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് ഇന്നലെ തന്ന നോട്ടിനകത്ത് ആഡ് ചെയ്തിരുന്നില്ലേ? ഉർവിക്കിന്റെ അഭിപ്രായത്തില് 5 മാക്സിമം 6 സബോർഡിനേറ്റ്സിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു സൂപ്പർവൈസറിന് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളുടെ നോട്ടിൽ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് വായിച്ച് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ആൻസർ എന്താ? ഉർവിക്കാണ് അല്ലേ? അപ്പൊ വായിക്കണം. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ആരൊക്കെ എത്രയൊക്കെ ലിമിറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു അല്ലെ, ഓരോരുത്തരും എത്ര വെച്ചാ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ. ഇപ്പം ഇയാൻ ഹാമിൽട്ടൺ ആണെങ്കിൽ 3 to 4 സബോർഡിനേറ്റ്സ് ആണ്. ഗ്രേക്കുനീസ് ആണെങ്കിൽ 6 സബോർഡിനേറ്റ്സ് ഡയറക്ട്ലി ആണ്. ഇൻഡയറക്റ്റ് ആയിട്ട് എത്ര വേണേലും 6 സബോർഡിനേറ്റ്സ് ഡയറക്ട്ലി ആണ്. ലിൻഡൽ ഉർവിക്ക് 5 to 6 സബോർഡിനേറ്റ്സ് ആണ്. ലോർഡ് ഹാൽഡേൻ 10 to 12 സബോർഡിനേറ്റ്സ് ആണ്. അമേരിക്കൻ മാനേജ്മെന്റ് അസോസിയേഷൻ 9 സബോർഡിനേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? അപ്പൊ ഇവിടെ നോക്കുക, മോർ ദാൻ 5 or at the most 6 എന്നാ പറഞ്ഞിരിക്കുന്നത്. 5 ആണ്, അങ്ങേയറ്റം 6 പേരെ ഡയറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് ലിൻഡൽ ഉർവിക് ആണ്. ക്ലിയർ ആയല്ലോ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പാൻ ഓഫ് കൺട്രോൾ ഡിപ്പെൻഡ്സ് ഓൺ. എന്തിനൊക്കെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? പേഴ്സണാലിറ്റി ഓഫ് എ സൂപ്പർവൈസർ.
ഇതുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങ് പോകാം, അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ. ദ പേഴ്സണാലിറ്റി ഓഫ് എ സൂപ്പർവൈസർ, സ്പാൻ ഓഫ് കൺട്രോൾ സൂപ്പർവൈസറിന്റെ പേഴ്സണാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിലനിൽക്കുന്നുണ്ടോ? സൂപ്പർവൈസറിന്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ട് സ്പാൻ ഓഫ് കൺട്രോൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ഉണ്ടല്ലേ, പേഴ്സണാലിറ്റി ഒരു വലിയ ഫാക്ടറാണ്. ദ നേച്ചർ ഓഫ് വർക്ക് ടു ബി സൂപ്പർവൈസ്ഡ്, ചെയ്യുന്ന ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ആളുകളുടെ എണ്ണം കൂടാം കുറയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഏജ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഇറ്റ്സ് എ ഫാക്ടർ. കാലിബർ ഓഫ് ദി സബോർഡിനേറ്റ്സ്, അതും അതെ. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി, ഇതും അതെ. വിച്ച് മീൻസ് 1, 2, 3, 4 and 5 ആണ് ഇതിന്റെ ആൻസർ. ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who of the following made a distinction between direct supervision and access to the boss? Direct supervision, access to the boss, ഇവ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആരാണ്? ഒന്ന് സെക്ലർ ഹഡ്സൺ, ഗ്രേക്വിനസ്, ഊർവിക്, ഡിമോക്ക്. നിങ്ങൾ ഒരുപാട് ഇതാകണ്ട, സമയം ഏകദേശം തീരാറായല്ലോ. സോ ഞാൻ ആൻസർ പറയാം. ഊർവിക് ആണ് കേട്ടോ ആൻസർ. പഠിച്ചു വെച്ചേക്ക്, ഊർവിക് ആണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the span of control is the number and range of direct habitual communication contacts between the chief executive of an enterprise and his principal fellow officers. This statement is attributed to ഗ്രേക്വിനസ്, ഡിമോക്ക്, സെക്ലർ ഹഡ്സൺ, ഊർവിക്. ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ഈ വലിയ വലിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒന്നെങ്കിൽ ഡിമോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഊർവിക് ആയിരിക്കും, അല്ലെങ്കിൽ സെക്ലർ ഹഡ്സൺ ആയിരിക്കും അല്ലെ. സോ ഇവിടുത്തെ ആൻസർ നമുക്ക് ഡിമോക്ക് ആണ് കേട്ടോ. ദെൻ who of the following have propounded the acceptance theory of authority? ഇത് പഠിച്ചു വെച്ചോണം. കഴിഞ്ഞ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിരുന്നു. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ് അക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ആരുടെ ഐഡിയ ആണ്? അക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ആരുടെ ഐഡിയ ആണ്? ഒന്ന് ഫയോൾ ആണ് പറയുന്നത്, രണ്ടാമത്തെ ബെർണാഡ്, മൂന്നാമത്തെ സൈമൺ, നാലാമത്തേത് LD വൈറ്റ്. ഇതിൽ ആരുടെ ഐഡിയ ആണ്? അക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്? ഇതില് രണ്ടു പേരുണ്ട് കേട്ടോ. ഞാൻ ഓപ്ഷൻസിൽ ആഡ് ചെയ്യാതെ വിട്ടുപോയതാണ്. ഇതിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സോ നമുക്ക് രണ്ടു പേരാണ് ഇതിനകത്ത് വരുന്നത്. ഒന്നാമത്തേത് ചെസ്റ്റർ ബെർണാർഡും രണ്ടാമത്തേത് ഹെർബർട്ട് സൈമണും. അപ്പോ അക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള തിങ്കേഴ്സ് ഒന്ന് ചെസ്റ്റർ ബെർണാർഡ്, രണ്ടാമത്തേത് ഹെർബർട്ട് സൈമൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇത്രയുമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോർഷൻസിൽ നിന്നുള്ള PYQ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്. ബാക്കി നമുക്ക് സെക്ഷണൽ ടെസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റുകളൊക്കെ ആയിട്ട് ചെയ്യാം. ബാക്കി ഇനിയുള്ള പോർഷൻസ് അടുത്ത ഞാൻ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആണ് എടുക്കുന്നത്. കാരണം ഇനി വരുന്ന ടോപ്പിക്കുകൾ